നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ പറഞ്ഞ പരിപാടി ടിക്കറ്റ് കിട്ടിയല്ലേ? ബുക്കിംഗ് ക്ലോസ് ചെയ്തായിരുന്നു, പിന്നെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാ. ഗസൽ സന്ധ്യ സംഘാടകരിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഈസിയായി. എന്തായാലും താങ്ക്സ് ഡാ. പരിപാടി 6 മണിക്കാണോ? എടാ ഇപ്പൊ തന്നെ 5 മണിയായല്ലോ. അങ്ങനെയാണെങ്കിലേ ഇനി ലേറ്റ് ആക്കണ്ട, നീ സുമിയെ വിളിച്ചിറങ്ങിക്കോ. സുമി, ഇവളിത് ഇവിടെ പോയി? സുമി, വരുന്നുണ്ട്. സുമിയെ കണ്ടോ? സുമിത മോളും കിരണും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. പുറത്തോടെ പോവാൻ? അവര് രണ്ടുപേരും കൂടി ഹോട്ടൽ റോയൽ പാലസിൽ പോയെന്ന് ഇവിടെ ആരോ പറയുന്നത് കേട്ടു. കിരണിന് ജോലി കിട്ടിയതിന്റെ പാർട്ടി ആയിരിക്കും. വാലിന് തീ പിടിച്ചു തുടങ്ങി, ഇനി അതും കൊണ്ട് ഓടിക്കോളും. കിരൺ, പ്രതീക്ഷ 3 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞേ? എന്നിട്ടിപ്പം മണി 5 ആയല്ലോ. ഉറപ്പായിട്ടും വരും. ഇനിയും വൈകിയ പ്രശ്നമാണ്. ഗിരി എന്നെ അന്വേഷിക്കും. ഇന്ന് ഗിരിയോടൊപ്പം പുറത്തു പോവാന്ന് പറഞ്ഞ ദിവസാ. എനിക്ക് പോണം. ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശങ്കർ എടുക്കുന്നില്ലല്ലോ. എന്തായി കിരൺ? വിളിച്ചു, എടുത്തില്ല. ഓൺ ദ വേ ആയിരിക്കും. എന്തായാലും ഇപ്പൊ തന്നെ എത്തും. ഈശ്വര, ഗിരി എവിടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഫോൺ എടുക്കു സുമി. ഹലോ ഗിരി. സുമി എവിടെയാണ്? ഓഫീസിൽ കണ്ടില്ലല്ലോ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. സുമി എവിടെ പോയതാ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. ഇപ്പൊ തന്നെ തിരിച്ചു വരും. ശരി, പോവാ. എങ്ങോട്ട്? ഹോട്ടൽ റോയൽ പാലസിലോട്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നീ ഒന്നും പറയണ്ട, വണ്ടി കയറ്. അവിടെ ചെല്ലുമ്പോ മനസ്സിന് സങ്കടം തോന്നുന്ന കാഴ്ച വല്ലതും കാണേണ്ടി വന്നാൽ പിന്നെ ഒരു പ്രഹസനത്തിന് ഞാൻ ഉണ്ടാവില്ല. മനസ്സിലായോ? പുറത്തിറങ്ങ്. ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അത് പിന്നെ സുമി, കിരൺ ഒരു എക്സ്ക്യൂസും പറയണ്ട. ഒരാൾക്ക് വേണ്ടി നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ പോവാ. മാഡം, ആവശ്യം നമ്മുടെ. ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ നോക്കും. അത് കഴിഞ്ഞാൽ ഞാൻ പോവും. എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് സുമിക്ക് പറ്റിയൊരു അബദ്ധമാവാനാണ് വഴി. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കല്ലേ ഈശ്വര. നാളെ വൈകിട്ട് ഹോട്ടൽ റോയൽ പാലസിൽ വാ. ഞാനും സുമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവ് കാണാം. ചേട്ടാ, ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? ഇല്ല, നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോവാം.
ഈശ്വര ഗിരി, ആകെ കുഴപ്പമായല്ലോ. ഞാൻ പോവാ. സുമി, പോലെ പ്രതീക്ഷ ഇപ്പൊ വരും. ഗിരി പോവല്ലേ, നിക്ക്, നമുക്ക് ചോദിക്കാം. ഗിരി, ഗിരി, എടാ, ഗിരി, 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 ഞാൻ പറയുന്നത് കേക്ക്. ഗിരി, വണ്ടി എടുത്ത്. ഗിരി, എടാ, നിന്നെ ഞാൻ പറയുന്നത് കേക്ക്. ഗിരി, 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 എടാ. ശരി, എന്തെങ്കിലും വിവരം കിട്ടി അപ്പൊ തന്നെ വിളിച്ചറിയിക്കണം, മറക്കരുത്. പകശ്, എന്താ യക്കു? വിളിക്കാവുന്നിടത്തൊക്കെ ഞാൻ വിളിച്ചു നോക്കി, അവിടെ ഒന്നും അവ എത്തിയിട്ടില്ല. എന്തെങ്കിലും വിവരം കിട്ടി അവരെന്നെ വിളിച്ചു പറയാതിരിക്കില്ല. ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത്? നീ എന്താടി പറയുന്നത്? അവന് ഞാനല്ലാതെ വേറെ ഏതാ ഫ്രണ്ട്? നീ ഇങ്ങനെ വിഷമിക്കാതെ. ഗിരിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. ഏതെങ്കിലും ചെറിയ കാര്യം മതി പിണങ്ങാൻ. അവൻ അധിക ദൂരമൊന്നും പോയി കാണില്ല. പിണക്കം മാറുമ്പോ അവൻ പതിയെ വീട്ടിലേക്ക് വന്നോളൂ സുമി. വെറുതെ ഇങ്ങനെ വിഷമിക്കാതെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്, ഞങ്ങൾ കൊണ്ടുവിടാം. ഇല്ല, ഗിരിയില്ലാതെ വീട്ടിൽ ചെന്നാ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് എന്താ പറയാ? നടന്ന കാര്യങ്ങളൊന്നും അച്ഛമ്മയുടെ അടുത്ത് പറയാൻ പറ്റില്ല. അച്ഛമ്മയ്ക്കാണ് ഗിരി എന്ന് വെച്ച ജീവനാ. ഞാൻ കാരണം ഗിരി സങ്കടപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല ആകാശേ. സുമി, നീ ഇങ്ങനെ വിഷമിക്കാതെ. നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം. അക്കു, നീ ഒന്ന് ഓഫീസ് വരെ പോയി നോക്ക്. ഇനി ചിലപ്പോ അവിടെ എങ്ങാനും വന്നിരിക്കുന്നുണ്ടോന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരി, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.